ഗ്രൂപ്പ് ടിക്കറ്റുകൾ 1-ാം സമ്മാനം 2 കോടി രൂപയാണ്. കടന്നു വരാം. ഭാഗ്യദേവത നിങ്ങളെ മാടി വിളിക്കുന്നു. ഭൂട്ടാൻ ഡാറ്റ ഉണ്ട്. കൂടാതെ കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ കടന്നു വരാം. പൂത്ത കാശുള്ളൊരു പീസ് വരുന്നുണ്ട്. വേണ്ടതുപോലൊന്ന് പിടിച്ചാ 100ന്റെ ടിക്കറ്റ് ഒന്ന് കൈ പിടിപ്പിക്കാം. കൊച്ചമ്മേ, കേരള ഭാഗ്യധാര. നാളെയാണ് നറുക്കെടുപ്പ്. 1-ാം സമ്മാനം 2 കോടി രൂപയാണ്. വെറും 100 രൂപ മാത്രം. കൊച്ചമ്മ എന്നോട് ഒന്ന് സഹകരിക്കണം. അയ്യോ, അനാവശ്യം പറയുന്നു. വഴിന്ന് മാറി നിൽക്കണോ? കൊച്ചമ്മ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിക്കാനോ? 2.5 മണിക്കൂർ എടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്. അത് ശരിയാ. കൊച്ചമ്മയുടെ ഗെറ്റപ്പ് കാണുമ്പോഴേ അറിയാം നല്ല ഹെറ്റപ്പ് ആണെന്ന്. എന്താ പറഞ്ഞേ? അല്ല, സൗന്ദര്യം ഇങ്ങനെ മുഖത്ത് ദൈവം ആവാഹിച്ച് തന്നിരിക്കുകയല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൊച്ചമ്മയെ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുകയാണ്. ഭാഗ്യദേവത സത്യനദിക്കാടിന്റെ സിനിമയല്ലേ? സിനിമയുടെ സീരിയലിന്റെ കാര്യമല്ലേ പറഞ്ഞു. ഇങ്ങോട്ടോ നോക്കിയേ, സർക്കാരിന്റെ ലോട്ടറിയാ. 1-ാം സമ്മാനമേ 2 കോടി രൂപയാ. ഐശ്വര്യമായിട്ട് ഒരു 100 രൂപ ഇങ്ങനെ അന്നേച്ചു. ഈ ലോട്ടറി ഒരെണ്ണം സ്വന്തമാക്ക്. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് 2 കോടി രൂപ കൊച്ചമ്മയുടെ കൈ കിടന്ന് പെടയ്ക്കും. അറിയോ? ഈ ലോട്ടറി അടിക്കുവാണെങ്കിൽ കൃത്യം 2 കോടി തന്നെ. ഈ 2 കോടി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏജന്റുമാരെ ഒരു കമ്മീഷനും പിന്നെ സർക്കാരിന്റെ പിടുത്തവും വലിയ എല്ലാം കഴിഞ്ഞിട്ട് 1,30,00,000 രൂപ കൈ കിട്ടും. 70 ലക്ഷം രൂപ കമ്മീഷൻ. എന്തൊരു വൃത്തിയേടാടോ. കാശ് മുടക്കുന്ന എനിക്ക് 1,30,00,000, വെറുതെ നടക്കുന്ന തനിക്ക് 70 ലക്ഷം രൂപ. ഇത് എവിടുത്തെ ന്യായവാ? അല്ല, സർക്കാരിന്റെ ഓരോരോ നിയമങ്ങളല്ലേ. അതൊന്നും പറയണ്ട. കൃത്യമായിട്ട് മുഴുവൻ പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കാം. അല്ലേലും ഇതൊക്കെ തട്ടിപ്പാ. അങ്ങനെ പറയേ, സഹകരിക്കാം. കുറെ നേരമായാലും സഹകരിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെയാണോ സഹകരിക്കേണ്ടത്? അല്ല, ഒരു ലോട്ടറി എടുത്ത് സഹകരിക്കണമെന്ന്. ഒരു ലോട്ടറി കച്ചവടം അല്ലെങ്കിൽ ഇതൊക്കെ തരികട പരിപാടിയാ. രാവിലെ മനുഷ്യനെ മെനക്കെടുത്തിക്കാനായിട്ട് വന്നോളൂ. എങ്ങനെ പറയല്ലോ കൊച്ചമ്മ, ഒരെണ്ണം. അതെ, ഈ ടിക്കറ്റ് എങ്ങാനും ഫസ്റ്റ് പ്രൈസ് അടിച്ചാലുണ്ടല്ലോ ജീവിത അവസാനം വരും കുത്തിയിരുന്ന് കരയേണ്ട വരും കൊച്ചമ്മ. അടിച്ചാലല്ലേ ഞാൻ കരഞ്ഞോളാം. ഒരു ശീലാവധി വരുന്നു. വെറുതെ മനുഷ്യന്റെ വായിലെ വെള്ളം പറ്റിയത് മിച്ചം. നാട്ടിലിറങ്ങിയ പുള്ളിപ്പുലിയാണ് കിണറ്റിൽ വീണത്. പുലർച്ചെ 4 വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും ബോംബ് പൊട്ടിയെന്നാണോ? അതല്ല, സന്തോഷ വാർത്ത. എടുപ്പിന് വേണ്ടി ഞാൻ കിടില്ലെന്ന് പറഞ്ഞല്ലേ. ഈ ആഴ്ചത്തെ വാരഫലത്തിൽ എനിക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നാ. ഞങ്ങൾ സത്യക്രിസ്ത്യാനികൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. എന്നാലും എന്റെ ബെമ്പർന്നൊരു കഴിഞ്ഞ ദിവസം എന്റെ വാരഫലം നോക്കിയപ്പോഴത്തേക്ക് കണ്ടകശനി കൂടിയെന്നായിരിക്കും. അതല്ല, പിന്നെ വൈദ്യരെ പോലെ നല്ല സമയമാണെന്നാണ് പറഞ്ഞത്. അച്ചായന്റെ നാളെന്താണ്? ഭരണിന്നോ അങ്ങനെ മറ്റെന്തോ. എന്റെ നാളും ഭരണിയാണല്ലോ. അപ്പൊ ഇങ്ങടെ രണ്ടാളിന്റെ നാളെ ഒന്നാണ്. പിന്നെ എങ്ങനെയാണ് ഫലം ഒന്നാകാണ്ടിരിക്കുന്നത്? സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ഒരു ചായക്ക. അതെ, ഒരു കേരള എടുക്കട്ടെ. വിഷു അമ്പറുണ്ട്. 1-ാം സമ്മാനം 2 കോടി രൂപയാ. പിന്നെ ഇനിയിപ്പോ ഇതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ. അല്ലേട്ടാ, ഒരെണ്ണം എടുക്കേട്ടെ. എപ്പോഴാ ഭാഗ്യം വരുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതില് ഫസ്റ്റ് പ്രൈസ് ഉറപ്പാണ്. ഒരെണ്ണം എടുക്കേട്ടാ. ഇന്നാ നിർബന്ധമാണെങ്കിൽ ഒരു ടിക്കറ്റ് തന്നെ. 10 രൂപയോ? ഇതിന് 100 രൂപയോ? 1-ാം സമ്മാനം 2 കോടി രൂപ. അതറിയുവോ? 10 രൂപ പോലും. ചേട്ടാ, ഒരെണ്ണം എടുക്കേട്ടാ പ്ലീസ്. ലാസ്റ്റ് ടിക്കറ്റ്. ലോട്ടറിക്കാരാ ആകെ തപ്പിപ്പറിക്കാൽ ഒരു 50 രൂപയുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, നീ തൽക്കാലം 50 രൂപ പിടിക്ക്. 2 കോടി അടിച്ചു കഴിയുമ്പോ 50 രൂപ കുറച്ച് തന്നാ മതി. ആദ്യം ശരിയാകത്തില്ല. ടിക്കറ്റ് മാത്രം ഞാൻ കടം തരികയില്ല. ടിക്കറ്റ് ഒഴിച്ച് വേറെ എന്നെ വേണേലും കടം തരാം. അതുകൊണ്ടാ പ്ലീസ്. നീ ഇപ്പൊ പറഞ്ഞത് കാര്യമാണ്. കടം കൊടുത്താൽ ഏത് ബിസിനസ്സും പൊടിയും. നമ്മുടെ കാര്യം തന്നെ കണ്ടില്ലേ? കടം കൊടുത്ത് ഞമ്മളും വഴിയാതാരാ. 5 ഭൂട്ടാൻ ഡാറ്റ തരാം. അത് വേണ്ട, കിട്ടുകയാണെങ്കിൽ 2 കോടി കിട്ടണം. 2 കോടി കിട്ടണമെങ്കിൽ രൂപ 100 മുടക്കണം. വൈദ്യരെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ഞാനൊരു 50 രൂപ അങ്ങോട്ട് തരാം. അച്ഛൻ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ടിക്കറ്റ് അടിക്കട്ടെ. ഈ 50 രൂപ അച്ഛൻ ഞാൻ 100 തിരിച്ചു തരും. ഒലക്കട മൂട്. ഞാൻ 100 കൂമ്പായ്ക്ക് വേണ്ടിട്ടല്ലേ ഈ കാശ് ഇപ്പൊ തന്നത്. 2 കോടി അടിച്ചാലേ അതിൽ 1 കോടി എനിക്ക് കിട്ടണം. നമ്മൾ ടിക്കറ്റ് എടുക്കാന്ന ഞാൻ പറഞ്ഞത്. അതാണ് ന്യായം. അത് തന്നെ. അതെ, 50-50 ആണെങ്കിലും നേരിട്ടാണെങ്കിലും ഒന്ന് പെട്ടെന്ന് വേണം. എനിക്കതുകൊണ്ട് വിറ്റിട്ട് വേറെ പണിയുള്ളതാ. അതാ. എന്ത് പറയുന്നു വൈദ്യരെ? എന്നാ പിന്നെ 50-50. ഓക്കെ, അപ്പൊ എന്നാ ഞാൻ പോയേക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റുകൾ നാളെയാണ്. ഞാൻ കുടിച്ചിട്ടില്ല. ഓട്ട വെള്ളത്തിന് ആരാണ് കാശ്? എന്നാ പിന്നെ ഞാൻ അങ്ങനെ പോകാൻ പറ്റട്ടെ. ആ ടിക്കറ്റ് ഇങ്ങോട്ട് തന്നിട്ട് പോകും. അത് വേണ്ട, 50 രൂപ ഞാൻ തന്ന ടിക്കറ്റ് ഞാൻ പിടിച്ചോളാം. ടിക്കറ്റ് ഇങ്ങോട്ട് തന്നിട്ട് പോകാനാ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ 2 പേരുടെ കയ്യിലും ടിക്കറ്റ് വെക്കണ്ട. ടിക്കറ്റ് നേരെ ബീരാന്റെ കയ്യിൽ കൊടുത്തേ. ടിക്കറ്റ് അങ്ങോട്ട് കൊടുത്തേ. എന്നാ പിന്നെ ഇത് ബീരാനിക്കടെ ഇരിക്കട്ടെ അല്ലേ? ഇരിക്കട്ടെ. ബീരാനിക്ക, ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം. ഇത് 2 കോടിയുടെ ടിക്കറ്റാ. ഈ ടിക്കറ്റ് ചിതലരിക്കരുത്, ഉറുമരിക്കരുത്, തുരുമ്പെടുക്കരുത്, വെള്ളം നനയരുത്, കള്ളന്മാര് കൊണ്ടുപോകരുത്.
ബീരാനെ ഭദ്രമായിട്ട് സൂക്ഷിച്ചോളണം. ഈ ബീരാൻ ഒരു കാര്യം ഏറ്റാൽ അത് ഏറ്റതാണ്. ചെതലരിക്കാണ്ട് തുരുമ്പെടുക്കാണ്ട് വെള്ളം വീഴാതെ ഒരു ഇബിലീസും മോട്ടിച്ചോണ്ട് പോകാതെ ഇത് സൂക്ഷിക്കുന്ന കാര്യം ഈ ബീരാൻ ഏറ്റു. അത് മതി. എന്റെ വൈദ്യരെ ഒന്നും പറയണ്ട. ആകപ്പാടെ മേലാസകലൊക്കെ ഒരുമാതിരി വേദന, കയ്യും കാലൊക്കെ കോച്ചി പിടിക്കണം. ചുരുക്കി പറഞ്ഞ ഒന്ന് ഉന്നം പിടിക്കാൻ പോലും പറ്റണില്ല. ആകപ്പാടെ ഒരു വിറയല്. ഇത്തരം ദീനങ്ങൾക്ക് ഞങ്ങൾ അഷ്ടവൈദ്യന്മാരുടെ ഭാഷയിൽ ആമവാദം അഥവാ കഷ്ടകാല ദീനം എന്ന് ഓ പറയും. അത് ശരി. ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു ആ തരാം. ഒറ്റമൂല്യം. എന്ന് വെച്ചാൽ ഈ മരുന്ന് ഒറ്റക്ക് മൂലയിലിരുന്ന് കഴിച്ചാൽ മതി. ആ. ആനപ്പിണ്ടവും വെളുത്ത പശുവിന്റെ പാലും സമാസമം ചേർത്ത് ആ. ഗോമൂത്രവും എരുമപ്പാലും 3 നേരം സേവിച്ചാൽ ആ. ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. എന്റെ കാര്യത്തിലാണോ? അതല്ല, പട്ടാളത്തിന്റെ രോഗത്തിന്റെ കാര്യം. വൈദ്യരെ, ആ അവിടെ നിൽക്കും. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? നിങ്ങളെ തപ്പി നടന്നിട്ട് എന്റെ സൈക്കിൾ പഞ്ചറായിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി വരിക. വൈദ്യരെ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു 2 കോടി രൂപ. വൈദ്യരെ, 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 വൈദ്യരെ. ഓ ഭാഗ്യം, വടിയായിട്ടില്ല. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ലോട്ടറി അടിക്കുന്നു വാരഫലത്തിലുണ്ടെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്റെ പൊന്നു വൈദ്യരെ, ഈ സമയത്താണ് കരയുന്നത്. ഇയാളിപ്പോ കോടീശ്വരനാ, കോടീശ്വരൻ. ആ പൊട്ടി ചിരിക്കണം ഈ അവസരത്തില്. ചിരിക്കാൻ അറിയാലും ഞാൻ കാണിച്ചു തരാം. എന്താ ഇങ്ങോട്ട് നോക്കും. നിർത്തോ. നിന്റെ ഒടുക്കത്തെ ഒരു കൊലച്ചിരി. വൈദ്യര് പേടിച്ച് ചത്തുപോകും. ഒന്നാമത് ലോട്ടറി അടിച്ചതിന്റെ ഷോക്കിൽ നിൽക്കുന്ന മനുഷ്യനാ. എന്തെങ്കിലും പറ്റിയ നമ്മൾ കൊലക്കുറ്റത്തിന് സമാനം പറയേണ്ടി വരും. ഞാനിപ്പോ ഒന്നല്ല 2 കോടീശ്വരനാകേണ്ടതായിരുന്നു. വെറും 50 രൂപ മുടക്കിയതിന്റെ പേരിൽ ആ ദരിദ്രവാസിക്ക് 1 കോടി രൂപ കൊടുക്കണമല്ലോ. ഗുരുവായൂരപ്പ, ആ നേരത്തെ എന്റെ കയ്യിൽ ഒരു 100 രൂപ തികച്ചുണ്ടായിരുന്നെങ്കിൽ. അത് ശരി, വൈദ്യരുടെ അതിമോഹം കൊള്ളാം. എന്തായാലും 1 കോടി കിട്ടിയില്ല, അത് പോരെ. അല്ല, ലോട്ടറി അടിച്ച വിവരം അച്ചായനെ അറിയിക്കണ്ടേ? തല പോയാലും ഞാനത് പറയത്തില്ല. അപ്പൊ മുഴുവൻ പൈസയും ഒറ്റയ്ക്ക് അടിച്ചു മാറ്റാനാണ് വൈദ്യരുടെ പ്ലാൻ അല്ലേ? അതല്ല, പിന്നെ 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാ. ഒന്നിൽ പഠിച്ചാ 3 എന്നല്ലേ പ്രമാണം. ആ ഷോക്കിൽ അച്ചായന് വല്ല അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാ രൂപ 1 കോടി കിട്ടിയിട്ട് അത് അനുഭവിക്കാൻ യോഗമില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആകെ മൊത്തം കോംപ്ലിക്കേഷൻ ആയല്ലോ. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നിങ്ങൾക്കറിയാമോ, ഒരു പട്ടാളക്കാരന്റെ മനസ്സ് കാലാപത്ര കരിങ്കല്ലാണെന്ന്. ആകാശത്ത് നൈസ് കട്ട വീണാലും ഞാൻ കുലുങ്ങൂല. ഞാൻ തന്നെ ആ കൃത്യം ഏറ്റെടുക്കാം. പട്ടാളം കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെയുടെ കാറ്റ് പോകും. ഞാൻ സ്വയം പുകഴ്ത്തുവാണെന്ന് കരുതരുത്. നയപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എന്നോളം കഴിവ് ഈ പഞ്ചായത്തിൽ മറ്റാർക്കും ഇല്ല. ഇതൊക്കെ വെറും സിമ്പിൾ, ഒരു തൂവൽ സ്പർശം പോലെ. ഞാൻ അച്ചായനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. സംസാ അതെ, ഒടുവിൽ ചൂല് കൊണ്ടുള്ള അടിപൊളി ആകരുത്. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ കരുനാക്ക് വളക്കാതോ. വൈദ്യരെ, ചലോ. വേഗം വാ. ഇതൊരു നടക്കി പോകുന്ന ലക്ഷണം ഇല്ല. ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എന്താ ഉലകന്നാൻ ചേട്ടാ, രാവിലെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഒറ്റക്ക് നടക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ. അല്ല, നിങ്ങളെല്ലാം കൂടി അവിടെ പോവുക? അല്ല, ഞങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങിയതാ. ഒന്ന് ആലോചിച്ച് നോക്കിയാ, ഈ ഭൂമിയിൽ എല്ലാവരും ഒറ്റയന്മാരാ. ഭാര്യ മക്കൾ എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. അങ്ങനെ പറയരുത്. എന്റെ ഭാര്യക്ക് ഞാനെന്ന് വെച്ചാ ജീവനാ. എന്റെ മുഖം ഒന്ന് വാടിയാ മതി, അന്നേരം അവള് കരയും. എന്റെ ഭാര്യയുടെ കാര്യം ബഹുവിശേഷ. സ്നേഹിച്ചാ നക്കിക്കൊല്ലു, ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലു. മരണം ഉറപ്പല്ലേ? പട്ടാളത്തിന് പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാത്തത് കാരണം ഈ പ്രശ്നം ഒട്ടും മനസ്സിലാവുകയില്ല. നിങ്ങളൊക്കെ പെൺകോന്തന്മാരായി പോയതിൽ ഞാൻ ഖേദിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഭർത്താവ് കിണറ്റി ചാടിയാ ഏതെങ്കിലും ഭാര്യ പുറകെ ചാടുവോ? ഇല്ലല്ലോ. ഇല്ല. ഇത്രേ ഉള്ളൂ അതിന്റെയൊക്കെ കാര്യം. വിഷയം മാറ്റാത്ത കാര്യത്തിലേക്ക് അങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കണേ, മനസ്സിലായോ? നമ്മള് പുരുഷന്മാരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഭാര്യ ആയാലും മക്കളായാലും നമ്മളെ ചുമന്ന് തോളത്ത് വച്ചോണ്ട്. മറിച്ച് നമ്മുടെ കയ്യിൽ 5 നയാ പൈസ ഇല്ലെങ്കിലോ? അതുള്ളതാ. കുടുംബജീവിതം ഭദ്രമാകണമെങ്കിൽ പണം ഒരു ഘടകം തന്നെയാണല്ലോ. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭർത്താക്കന്മാർ എന്തൊക്കെയാ ചെയ്തു കൂട്ടണേ. ചിലവര് കക്കാൻ പോകുന്നു, ചിലവര് മോട്ടിക്കാൻ പോകുന്നു, ചിലവര് അലുവ മേടിക്കുന്നു, ചിലവര് കടം മേടിക്കുന്നു. ഇതുപോലുള്ള ചിലർ ലോട്ടറി എടുക്കും. ഇപ്പോഴാ ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഉലകന്നാൻ ചേട്ടനെ ഞാനും കൂടെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തായിരുന്നല്ലോ. ഓ,
ഇന്നല്ല അതിന്റെ റിസൾട്ട് വന്നത്. അതെ, പത്രം നോക്കുമ്പോ അറിയാം. ബീരാന്റെ കട പത്രം ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാം. പത്രം മാത്രമല്ല, ലോട്ടറി അവിടെ തന്നെ ഇരിക്കുന്നത്. അല്ല ചായ, നിങ്ങൾ ഈ 2 കോടിയുടെ ലോട്ടറി തന്നെയല്ലേ എടുത്തേക്കണത്? അതെ, ഒന്നാം സമ്മാനം 2 കോടി രൂപ. അടിച്ച 1 കോടി എനിക്കും 1 കോടി വൈദ്യർക്കും. അല്ല, സപ്പോസ് ഞാൻ വെറുതെ ഒരു സംശയം ചോട്ട ഡൗൺ, ഈ 2 കോടി അടിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ അച്ചായന് കിട്ടുമല്ലോ? അതെ, കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ 1 കോടി രൂപ അച്ചായന് കിട്ടിക്കഴിഞ്ഞാൽ അച്ചായൻ അതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യും? 1 കോടി രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞാ ആ വിവരം ആദ്യം ഓടി എന്നോട് വന്ന് പറഞ്ഞ ഭാർഗവന് അതിൽ നിന്നൊരു 10 ലക്ഷം രൂപ ഞാൻ അതിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ ഞാൻ അങ്ങ് ഫ്രീ ആയിട്ട് തരൂന്ന്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പുമില്ല് പട്ടാള ഫ്ലാറ്റായി.